എംപറർ ഇമ്മാനുവേൽ കൾട്ട് എൻ്റെ കുടുംബം തകർത്തു. ജോസഫ് പൊന്നാറ എന്ന കട്ടപ്പനക്കാരൻ ഡ്രോയിങ് മാസ്റ്ററും അയാളുടെ വെപ്പാട്ടിയും കൂടി ആരംഭിച്ച സാത്താൻ സഭ എംപറർ ഇമ്മാനുവേൽ കൾട്ട് അനേകായിരങ്ങളുടെ കുടുംബം തകർത്ത ജീവിത സാക്ഷ്യങ്ങൾ i2 ന്യൂസിൽ ഞങ്ങൾ ഇതിനു മുമ്പ് പലതവണ നൽകിയിട്ടുണ്ട്. എനിക്ക് മരണമില്ല, ഞാനാണ് ദൈവത്തിൻ്റെ പുനരവതാരം, എനിക്ക് മരണമില്ല എന്ന് പ്രഘോഷിച്ചിരുന്ന ജോസഫ് പൊന്നാറ ഒരു ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞു. ഈ കൾട്ടിൻ്റെ മറവിൽ നടക്കുന്നത് സാമ്പത്തിക ലൈംഗിക ചൂഷണങ്ങളാണ്. ഇവർക്കെതിരെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അവയ്ക്കൊന്നിനുമെതിരെ നടപടികൾ എടുക്കുന്നില്ല എന്നു മാത്രമല്ല, പരാതി കൊടുക്കുന്നവർക്കെതിരെ കള്ളക്കേസെടുത്ത് ഒതുക്കുന്ന പതിവാണ് നിലവിലുള്ളത്. എംപറർ ഇമ്മാനുവേൽ കൾട്ട് കുടുംബം ഛിന്നഭിന്നമാക്കിയ വയനാട് കാവുമന്ദം കുനിയിൽ വീട്ടിൽ സന്തോഷിക്കെ തൻ്റെ അനുഭവങ്ങൾ i2 ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് സന്തോഷ്. ഞാൻ വയനാട് ജില്ലയിലെ തരിയോട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് കാവുമന്ദം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ 2 മക്കള്, ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഞാൻ കണ്ണൂരുകാരനാണ്. വയനാട് ജില്ലയിലേക്ക് താമസം മാറിയിട്ട് 15 വർഷത്തോളമായി. ഞാനൊരു സാധാ കൂലി തൊഴിലാളിയാണ്. ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഒരു പെയിന്റിംഗ് ജോലി ചെയ്തു. ഞങ്ങൾ ഈ കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. നല്ല കുടുംബ സന്തോഷത്തോടെ ഒരു കൊച്ചു വീട്ടിൽ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് എന്ന് പറയുന്നത് മാനസികമായിട്ട് ചെറിയൊരു രോഗമുള്ളൊരു വ്യക്തിയാണ്. അതായത് ആ വ്യക്തിക്ക് ഈ ദൈവവിശ്വാസം എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ വളരെയധികം പ്രാർത്ഥിക്കുകയും മാതാവിനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഹിന്ദുക്കളാണ് ജനിച്ചു വളർന്നതെങ്കിലും ഭാര്യയുടെ നിർബന്ധപ്രകാരം ഭാര്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു മാനസിക പ്രശ്നം ഉള്ളത് കൊണ്ട് ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി പള്ളിയിൽ പോവുകയും ധ്യാനം കൂടുകയും കോട്ടയിലും അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ തന്നെ മക്കിയാട് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ധ്യാനങ്ങളൊക്കെ കൂടി ഉള്ള ജോലിയൊക്കെ ചെയ്ത് സന്തോഷത്തോടെ കഴിഞ്ഞു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെയുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണോ ഒരു മാനസിക രോഗം ഉണ്ടെന്ന് താങ്കൾ പറയുന്നത്? അതോ അല്ല, വിവാഹത്തിന് മുമ്പ് തന്നെ ഈ വ്യക്തി ചെറിയതായിട്ടുള്ളൊരു മാനസിക രോഗം പ്രകടിപ്പിച്ചിരുന്നു. അത് ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞിരുന്നത്. എങ്കിലും എന്തായാലും കല്യാണം കഴിച്ച് കിട്ടിയ ഒരു ഭാര്യയല്ലേ, സാരമില്ല പോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം എന്ന രീതിയിൽ ഞാൻ ഒരുപാട് ചികിത്സകളും പലതരം മന്ത്രവാദങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ ദൂരെയുള്ള കപ്പൂച്ചിൻ സഭ എന്ന് പറയുന്ന ഒരു സഭയുടെ നേതൃത്വത്തിലുള്ള പാതിരിപ്പിയോടെ പേരിലുള്ള ഒരു പള്ളിയുണ്ട്. പുത്തൂർ വയൽ എന്ന് പറയുന്ന പള്ളിയിൽ ആഴ്ചയ്ക്ക് ധ്യാനം പോകും. എന്നോട് പറയും, എനിക്ക് ആ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ മനസ്സിന് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്, എങ്കിൽ ശരി നീ പൊക്കോ. ഞാൻ വരുന്നില്ലെങ്കിലും അവരുടെ വിശ്വാസത്തെയും അവരുടെ ഇതൊന്നും ഞാൻ എതിർത്തില്ല. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീടിനടുത്തുള്ള എൻ്റെ പഴയൊരു സുഹൃത്തായ ഒരു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടുകയും ആ വ്യക്തിയുമായിട്ട് ചില സംഭാഷണങ്ങൾ ഏർപ്പെട്ടു. അപ്പോൾ അയാൾ വളരെയധികം കൂതറയായി നടന്ന ഒരു വ്യക്തിയായിരുന്നു. അയാൾക്ക് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഭാര്യയും മക്കളും ബേക്കറി എന്ന് പറയുന്ന ഒരു വലിയൊരു ബേക്കറി സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അവസാനം അയാളുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടും പെണ്ണുപിടിയും കള്ളുകുടിയും ചീട്ടുകളിയും മറ്റുള്ള സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധവും കാരണം ഭാര്യ മക്കൾ ഉപേക്ഷിച്ച് പോകുകയും അവസാനം ഇയാൾ മദ്യത്തിന് അടിമയാകുകയൊക്കെ ചെയ്തതിന് ശേഷം കുറേ നാളുകൾക്ക് ഇയാളുടെ സമ്പാദ്യം, സ്വത്ത്, ഓടി കാർ ഇതൊക്കെ പോവുകയും ഇതിനൊക്കെ കുറേ നാളുകൾക്ക് ശേഷം ഇയാളെ കണ്ടു. അപ്പോൾ ഇയാൾ നല്ല രീതിയിൽ നടക്കുന്നു. ഭാര്യ മക്കളെ ഉപേക്ഷിച്ച് പോയെങ്കിലും ഇയാൾ പറഞ്ഞു, ഞാനൊരു നല്ലൊരു സഭയിലാണ്, എൻ്റെ കടബാധ്യതകളൊക്കെ മാറുന്നുണ്ട്, കള്ളുകൂടി നിർത്തി, അതുപോലെ മറ്റുള്ള പരിപാടികളൊന്നുമില്ല, നല്ല രീതിയിൽ ജീവിക്കുന്നു, താങ്കൾ വിശ്വാസിയാണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു വിശ്വാസിയല്ല, എൻ്റെ ഭാര്യ വിശ്വാസിയാണ്, ബൈബിൾ വായിക്കുന്നു, ജപമാല ചൊല്ലുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ അദ്ദേഹം പറഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, എങ്കിൽ ഞാൻ നല്ലൊരു സഭയെക്കുറിച്ച് പറയാം, താല്പര്യമുണ്ടെങ്കിൽ ഒരു ധ്യാനത്തിന് പങ്കെടുക്കാം, കത്തോലിക്ക സഭയുടെ പോലത്തെ ഒരു ധ്യാനമാണ്, താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, വൈഫിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വൈഫിനോട് ചോദിച്ചു. എങ്കിൽ പറഞ്ഞു, മാതാവും പിതാവും പുത്രനും ഒക്കെ ഉണ്ട്, ധ്യാനമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്, എങ്കിൽ നമുക്കൊരു ദിവസം അവരെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് കണ്ടു. അങ്ങനെ എൻ്റെ ഭാര്യയെയും എൻ്റെ കൊച്ചിനെയും, ചെറിയ കൊച്ചിനെയും 3.5 വയസ്സുള്ള കൊച്ചിനെയും കൂടെ ഒരു ദിവസം ഇവരുടെ നേതൃത്വത്തിൽ ഇവർ വണ്ടിയും കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു. ഇതിനെക്കുറിച്ച് പുറത്താരോടും ചോദിക്കരുത്, പുറത്താരോടും പറയരുത്, അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ സാധിക്കില്ല, ദൈവത്തിൻ്റെ അഭിഷേകം കിട്ടില്ല. മാത്രമല്ല തൃശ്ശൂർ മൂര്യാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ധ്യാന കേന്ദ്രം ഉള്ളത്. അവിടെ മാതാവ് ജനിച്ചിട്ടുണ്ട്, യേശുക്രിസ്തു വീണ്ടും വന്നിട്ടുണ്ട്, ഇത് ഭയങ്കര രഹസ്യമാണ്. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ വിശ്വാസം ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. ഭാര്യയോട് പറഞ്ഞു ഇങ്ങനെയാണ്. അങ്ങനെ ഭാര്യ പെട്ടെന്ന് എന്നാൽ ശരി ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ധ്യാനത്തിന് പോയി.
ആ ധ്യാനം കൂടി കഴിഞ്ഞ് തിരിച്ചു വന്നത് എൻ്റെ ഭാര്യ ഒന്ന് വേറൊരു വ്യക്തിയായിട്ടാണ് തിരിച്ചു വന്നത്. അങ്ങനെ എന്നെയും ധ്യാനത്തിന് നിർബന്ധിച്ചു. ഞാൻ ഭാര്യയുടെ നിർബന്ധം കാരണം ഞാനും ധ്യാനത്തിന് പോയി. ധ്യാനം പോയി കഴിഞ്ഞ് വന്ന ശേഷം അവർ പറയുന്നു ലോകാവസാനമായി, ഇനി സ്വത്തും സമ്പത്തും ഒന്നും വേണ്ട, പിന്നെ മക്കളെ വലിയ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് സ്വർണവും കാര്യങ്ങളൊക്കെ വിറ്റ് ബാങ്കിലിട്ട് ഉള്ള ജീവിതം ജീവിക്കാം, അധിക കാലമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ ഈ പൊതുലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് ഇതിങ്ങനെയൊന്നും പറ്റില്ല, കാരണം നമ്മളൊക്കെ ഹിന്ദുക്കളാണ്, നമ്മൾ മാമോദിസ മുങ്ങിയിട്ടില്ല, നമുക്ക് ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയില്ല, കാരണം ഇവളുടെ അപ്പനും അമ്മയും എഴുത്തും വായനയും അറിയത്തില്ല, അവർ ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു, ഞാൻ പറഞ്ഞാൽ ഒരു കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളികൾ വിഭാഗത്തിൽപ്പെട്ട പഴയ ഒരു കുശവന്മാരെന്ന് പറയും, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഒന്നും അറിയത്തില്ല. കാരണം ഇവരുടെ വീട്ടിലൊക്കെ അമ്പലങ്ങളിലും വീട്ടിലും പൂജയും കാര്യങ്ങളൊക്കെ വെച്ച് വഴിപാട് നടത്തിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു. അങ്ങനെ ഞാൻ ഇവളോട് പറഞ്ഞിട്ട് ഇതൊന്നും നമുക്ക് ശരിയാവില്ല, എന്നാലും അവളുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങി ഏപ്രിൽ, അതായത് 2023 ഏപ്രിൽ മാസത്തിൽ 27-ാം തീയതി ഞാൻ ധ്യാനത്തിന് പോയി. അങ്ങനെ ഒരു പോയി വന്നതിന് ശേഷം ഇവർ മറ്റുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ചേരരുത്, അവർ സാത്താൻ്റെ സന്തതികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെപ്പെട്ട് ഞാൻ പറഞ്ഞു ഇതൊന്നും നടക്കില്ലെങ്കിലും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ തൽക്കാലം ഒരു 3 മാസം പിടിച്ചു നിന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥകൾ യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, വാട്സപ്പുകളിലൊക്കെ ഞാൻ മനസ്സിലാക്കി. അപ്പോഴേക്കും എൻ്റെ ഭാര്യയും ഇതിലടിമയായി. ഭാര്യ മാത്രമല്ല, ഭാര്യയുടെ അച്ഛനെയും അമ്മയും കൂടെ, ഭാര്യയെ പിന്നെ ഈ പറയുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരികയും ഇവർ മുഴുവൻ ഇതിനകത്ത് അടിമയാകുകയും ചെയ്തു. പിന്നീട് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഞാൻ പതുക്കെ ഇവരോട് സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി ഇറങ്ങാൻ സമയത്ത് ഇവരെല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുകയും എന്നെ പതുക്കെ അവരുടെ കുടുംബത്തിൽ നിന്ന് വെളിയിൽ തള്ളുകയും ഒക്കെ ചെയ്തു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും അലമ്പ് കളിച്ച് നടന്ന വ്യക്തിയാണ്. അയാൾ ഈ ഇപ്പോൾ പറയുന്നത് സിയോണിൻ്റെ നിയമ കാര്യങ്ങളിൽ വരെ വലിയ പിടിപാടുള്ള ആളാണ്. ഈ സെബാസ്റ്റ്യൻ്റെ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, സെബാസ്റ്റ്യൻ പ്രാർത്ഥിച്ചാൽ പലതും നടക്കും, ഈ സെബാസ്റ്റ്യൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, യേശുക്രിസ്തുവിൻ്റെ ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് ഈ ഒന്നും അറിയാത്ത ഈ പാവങ്ങളെ ഇയാൾ പറ്റിച്ചുകൊണ്ട് ഇയാൾ പറയുന്ന വാക്കുകളും ഇയാൾ പറയുന്ന വചനം ബൈബിൾ തുറന്നു വെച്ചിട്ട് വചനങ്ങൾ പറഞ്ഞ് ഇവരുടെ തലയിൽ കൈവയ്ക്കുന്നു, തലയിൽ പ്രാർത്ഥിക്കുന്നു, പലതരം പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. അങ്ങനെ ഇതിൻ്റെ തട്ടിപ്പ് മുഴുവൻ മനസ്സിലാക്കി എന്നെ ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഇയാൾ പല നുണകളും പറഞ്ഞ് എന്നെ പതുക്കെ പതുക്കെ ഇവരുടെ മനസ്സിൻ്റെ അകത്തു നിന്ന് പുറത്താക്കുകയും 10-15 വർഷം ഞാനും എൻ്റെ ഭാര്യയും കുടുംബവുമായിട്ട് നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന എന്നെ ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ TP സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഇയാൾ ഞങ്ങളുടെ കുടുംബത്തിൽ കയറിയിട്ട് ഇല്ലതും ഇല്ലാത്തതൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യയുടെ മനസ്സിനകത്തേക്ക് ഇയാൾ ഒരു സ്ഥാനം പിടിച്ചു. അതായത് ഞാൻ വിശ്വാസി അല്ലാത്തത് കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇയാൾ പറയുന്നത് വേദവാക്യമായും ഇയാൾ പറയുന്നത് സത്യമായും ഇയാളുടെ ദൈവശക്തിയുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പതുക്കെ പതുക്കെ ഈ വ്യക്തി എൻ്റെ ഭാര്യയുടെ മനസ്സിനകത്തേക്ക് ഈ കുടുംബത്തിനകത്തേക്ക് കയറുകയും സാമ്പത്തികമായിട്ട് ഈ ഭാര്യയുടെ കുടുംബത്തിനകത്ത് അത്യാവശ്യം മാസ വരുമാനം 1 ലക്ഷം രൂപയുടെ അല്ലെ 75,000 രൂപയുടെ വരുമാനമുള്ള ആ കുടുംബത്തിനകത്ത് കയറുകയും അവിടെ ഇയാൾ ആവശ്യങ്ങൾക്കനുസരിച്ച് പൈസ വാങ്ങുകയൊക്കെ ചെയ്തു കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകുന്നു. മാത്രവുമല്ല എന്നോട് പിന്നെ എൻ്റെ ഭാര്യയുടെ സ്നേഹം കുറഞ്ഞു, ഭാര്യ വീട്ടുകാരുടെ സ്നേഹം കുറഞ്ഞു. മാത്രമല്ല മൂത്ത മകനായ എൻ്റെ മകനെ വരെ അവർ പുറന്തള്ളി. ഈ വിശ്വാസത്തിൽ സ്നേഹത്തോടെ നിന്നില്ലെങ്കിൽ ഭാര്യയും ഭാര്യയുടെ അച്ഛനും ഭാര്യയുടെ അമ്മയും അവർ പറയാണ് നീ ഈ വിശ്വാസത്തിൽ നിന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ പുറന്തള്ളും, അതുകൊണ്ട് നീ എന്താ വേണമെങ്കിൽ ചെയ്യും. അങ്ങനെ അവൻ പറഞ്ഞു എനിക്ക് എൻ്റെ അച്ഛനെ കൂടെ നിന്നാൽ മതി, എൻ്റെ അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കുള്ളൂ. സാധാരണ സ്വന്തം മകൻ അമ്മയോടെ സ്നേഹം കൂടുതൽ. സ്വന്തം മകൻ പറയും അച്ഛാ എനിക്ക് എൻ്റെ അമ്മയെ എന്നെ ഇഷ്ടമല്ല, അമ്മ ഈ സെബാസ്റ്റ്യൻ പറയുന്നത് പോലെ തന്നെ കേൾക്കുന്നത്, എന്നെ എല്ലാപ്പോഴും വഴക്ക് പറയുമെന്ന് പറഞ്ഞ് അവൻ എൻ്റെ കൂടെ ഇപ്പോൾ താമസമാണ്. അതായത് ഇപ്പോൾ ഭാര്യ നിലവിൽ എൻ്റെ പേരിൽ വ്യാജ പരാതികൾ കൊടുത്ത് ഞാൻ മദ്യപാനിയാണ്, മദ്യപിച്ച് ബഹളം വയ്ക്കുന്നു, തല്ലുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, എങ്ങനെയൊക്കെ കള്ളക്കേസ് കൊടുത്ത് ഇപ്പോൾ ഡൈവോഴ്സിന് കൊടുത്തേക്കാണ്. പല ദിവസങ്ങളിലും എൻ്റെ ഭാര്യയും ഭാര്യയുടെ അച്ഛനും അമ്മയും ഇവരുടെ വീടുകളിൽ ചെന്നു ഭക്ഷണം കഴിക്കുന്നു, അവിടെ കിടന്നുറങ്ങുന്നു, ഫോൺ വിളിച്ചാൽ കോൾ വെയിറ്റിംഗ്, രാത്രി 2 മണി വരെ. എംബർ ഇമ്മാനുവലിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ ഇയാൾ ഇവരുമായി നിരന്തരം ഫോൺ ചെയ്യുന്നു, ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, എന്നെപ്പറ്റി ഇല്ലാത്തതുമായ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു വേറൊരു തലത്തിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവരെ മൊത്തം മാറ്റിയെടുക്കുകയും ഇത് മുഴുവൻ ഞാൻ സാത്താൻ്റെ സന്തതിയാണ്, സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു, അവൻ ദുഷ്ടനാണ്, അവനെ സ്വീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇവരെ പരമാവധി ചൂഷണം ചെയ്യുകയും ഇത് മുഴുവൻ സിയോന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുകയും ചെയ്ത് ഒന്നും അറിയാത്ത കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഡൈവോഴ്സിന് പെറ്റീഷൻ പേര് കൊടുത്തു, വീട്ടിൽ വന്നുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോയി. ഞാനും മകനും ഇപ്പോൾ വീട്ടിൽ അനാഥപ്രേതം പോലെ ഒറ്റയ്ക്ക് കഴിയുകയാണ് സുനിലേട്ടാ. അത്രയധികം ദുഷ്ടത്തരമാണ് ഈ സിയോണിന്റെ
വിശ്വാസപ്രകാരം ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ ആള് ഇവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ എൻ്റെ കൂടെയാണ്. കാരണം ഞാൻ നിൽക്കുന്നത് എൻ്റെ നാട്ടിലല്ല, ഭാര്യയുടെ നാട്ടിലും അവരുടെ കുടുംബക്കാരും അവരുടെ വീട്ടുകാരും അവരുടെ ബന്ധുക്കളും അവരുടെ സുഹൃത്തുക്കളും മുഴുവൻ പറയാം, സന്തോഷേ നിന്നെ ഞങ്ങൾ ആരും കുറ്റം പറയില്ല, പക്ഷെ ഇവരിങ്ങനെ മാറിപ്പോയില്ല. കാരണം ഈ വീട്ടുകാർ മുഴുവൻ ഇപ്പോ വേറെ ഒരു പുറം മാത്രമുള്ള അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവുകയോ കല്യാണത്തിന് പങ്കെടുക്കുകയോ മരിച്ച പരിപാടിക്ക് പോവുകയോ പുറമേയുള്ള ആരുമായിട്ട് യാതൊരു തരത്തിലും ബന്ധമില്ല. സ്വന്തം ആങ്ങളയുടെ ഭാര്യയെ വരെ അവരാ വീട്ടിൽ നിന്ന് ഈ വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ തല്ലി ഒടിച്ചു. ആങ്ങളെ ഒറ്റപ്പെട്ട് കിടക്കുന്നു. അവനാണെങ്കിൽ ഒരു കൊച്ചു പയ്യനാണ്, വലിയ വിവരവും വിദ്യാഭ്യാസമൊന്നും ഇല്ല. എങ്കിലും അവന്റെ ജീവിതവും പോയി, സ്വന്തം മകളുടെ ജീവിതവും പോയി, എൻ്റെ ജീവിതവും പോയി. ഇതെല്ലാം ചെയ്തത് ഈ പറയുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരാൾ കാരണമാണ്. ഈ സിയോൺ വിശ്വാസിയായ സെബാസ്റ്റ്യൻ. ഇത് എങ്ങനെയെങ്കിലും പുറത്തെത്തിച്ചേ പറ്റുള്ളൂ ചേട്ടായി. പിന്നെ അതുകൊണ്ടാണ് ഞാൻ അത്ര സങ്കടപ്പെട്ട് ഞാൻ വിളിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതവും പോയി. ഈ സിയോൺ വിശ്വാസം എന്ന് പറയുന്നത് ലോകാവസാനമായി. നിങ്ങൾ മക്കളെ പഠിപ്പിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മരിച്ചെടുത്ത് പോകരുത്, പെരേക്കുടലിന് പോകരുത്, കല്യാണത്തിന് പോകരുത്, നിങ്ങൾ ബൈബിള് വായിക്കണം, ദൈവം വരാനായി, ഇമ്മാനുവേൽ വന്നു കഴിഞ്ഞു, മാതാവ് അവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം ഈ കുടുംബം മുഴുവൻ തകർത്ത് കളഞ്ഞു. എനിക്ക് പറഞ്ഞ് ഞാൻ 14 വർഷമായിട്ട് പൊന്നുപോലെ കൊണ്ടു നടന്ന എൻ്റെ കുടുംബമാണ്. എൻ്റെ ഭാഗത്ത് നമ്മളൊരു ആണുങ്ങളാണ്, നമുക്ക് നമ്മുടേതായ ചെറിയ ചെറിയ ബലഹീനതകളൊക്കെ ഇച്ചിരിയൊക്കെ കാണും. എന്നാൽ പോലും ഭാര്യയ്ക്ക് കൊടുക്കാനും തിന്നാനും കൊടുക്കാനും പോവരനും വണ്ടിയും എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല രീതിയിൽ പൊന്നുപോലെ നോക്കിയ ഒരു കുടുംബം. ഈ നാട്ടിലെ അവളുടെ കുടുംബക്കാർ പോലും ഒരു കുറ്റം പറയുന്നില്ല. പക്ഷെ ആ കൊച്ചിന് ഞാൻ പറഞ്ഞല്ലോ 2-3 സ്ഥലങ്ങളിൽ ഞാൻ മാനസിക രോഗത്തിന് ചികിത്സിച്ചതാണ്. അതായത് ഇവിടെ വയനാട് വരദൂർ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു പള്ളിയുടെ കേന്ദ്രത്തിൽ ചെന്നിട്ട് ഞാൻ അതുപോലെ തന്നെ ഒരു 3-4 ആഴ്ച അവിടെ കൗൺസിലിംഗ് ചെയ്തതാണ്. അതുപോലെ തന്നെ വയനാട് ജില്ല ലൂയിസ് മൗണ്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ തന്നെ ഞാൻ കൊണ്ട് ചികിത്സിച്ചതാണ്. ഇങ്ങനെയുള്ള ഒരു ബലഹീനമുള്ളത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, എൻ്റെ ഭാര്യയാണെങ്കിൽ എന്താ പറയുക, അത്യാവശ്യം 36 വയസ്സാണെങ്കിൽ പോലും അത്രയും ഒരു ഏജ് തോന്നില്ലെങ്കിലും കാണാൻ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അങ്ങനെ ഈ വ്യക്തി എന്ത് ചെയ്യുന്നു, ആ സ്വന്തം ഭാര്യയും മക്കളും, ഇയാള് അത്രയധികം തോന്നിയാവാസം കാണിച്ചത് മക്കള് CCTV-യിലൂടെ കണ്ടിട്ടാണ് ആ ഭാര്യയും മക്കളും അവരെ ഒഴിവാക്കി പോയിട്ട് അവർ വേറെ ജീവിക്കുന്നത്. ഇപ്പം അവരെ മുഴുവൻ ഒഴിവാക്കിയിട്ട് ഇയാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ പല സമയത്തും സന്ദർഭങ്ങളിലും എനിക്ക് ഇവരെ കാണേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഒരു അവസാന നിമിഷത്തിൽ ചില സമയത്ത് കണ്ടപ്പോൾ ഞാൻ പ്രതികരിക്കുകയും ആ പ്രതികരണം എന്നെ അവർ കുറ്റക്കാരനാക്കുകയൊക്കെ ചെയ്തു. കാരണം ഒരു 7-8 മാസമായിട്ട് ഈ എംബറൻ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന വിശ്വാസിയും ആ വിശ്വാസത്തിന്റെ പുറത്ത് എന്നെ പുറന്തള്ളുകയും ചെയ്തപ്പോൾ മാനസികമായിട്ട് ഞാൻ ഒരുപാട് ഡിപ്രഷനിലേക്കും ഒരുപാട് തകർച്ച എന്ന് പറഞ്ഞാൽ അമ്മാതിരി തകർത്തു. എന്നെ പരമാവധി ഏത് രീതിയിലേക്ക് ഉപദ്രവിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ നുണക്കഥകൾ പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ സ്വന്തം ഭാര്യയിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഈ പറയുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി പരമാവധി ശ്രമിച്ചതിന്റെ പേരിൽ പല രീതിയിൽ നുണക്കഥകൾ അവരുടെ കുടുംബത്തിനകത്തേക്ക് കയറ്റി. എന്നോട് പിന്നെ അവരുടെ ഭാര്യ വീട്ടുകാരും ഇവരാരും ഒരു കാര്യവും സംസാരിക്കുകയോ പറയുകയോ മിണ്ടുകയോ ഒന്നുമില്ല. കാരണം മൊത്തം ഈ പറയുന്ന സെബാസ്റ്റ്യൻ ഇവർ യേശുവായി കാണുന്നു, ദൈവത്തിന്റെ പ്രതിപുരുഷനായി കാണുന്നു, സിയോണിന്റെ വലിയ ആളായി കാണുന്നു. ഇയാൾ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര അഭിമാനവും ഭയങ്കര സന്തോഷവും ഭയങ്കര ഇതും. മിക്കവാറും ദിവസങ്ങളിൽ ഈ സെബാസ്റ്റ്യന്റെ വീട്ടിലാണ് ഞാനും എൻ്റെ മോനും രാത്രി ഇവിടെ ഭക്ഷണമില്ല, തുണി എടുക്കാൻ ആളില്ല, വീട് നോക്കാൻ ആളില്ലാതെ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു. അത്രയധികം സങ്കടത്തിൽ. കാരണം 15 വർഷത്തോളം ഒന്നിച്ചു കഴിഞ്ഞ ഒരു കുടുംബത്തെ ഈ ഒരു വിശ്വാസത്തിന്റെ പേരിൽ തകർത്ത് കളഞ്ഞതാണ് ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആള്. സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഞാൻ സുനിലാത്മമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അപ്പം എന്നാലും ഇവർ തിരിച്ചു വരുമല്ലോ പ്രതീക്ഷ കൊണ്ട് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ച് കാത്തിരുന്നു. പക്ഷെ അവസാനം നമ്മളെക്കുറിച്ചുള്ള എല്ലാ നെഗറ്റീവുകൾ നന്മകൾ ചെയ്തതിനെ കുറിച്ച് ഒരു കാര്യം ഇവർ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞ് നമ്മളെ എങ്ങനെയൊക്കെ ഇവരുടെ ജീവിതത്തിൽ അകറ്റാൻ പറ്റുമോ അതൊക്കെ അകറ്റിയതിന് ശേഷം ഇപ്പം എൻ്റെ ഭാര്യ ഒരു പൂർണ്ണമായിട്ടും ഈ പറയുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി പ്രഭാവത്തിൽ അടിമയായി ആ വ്യക്തി എന്ത് പറയുന്നു അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറി എൻ്റെ ഭാര്യ, എൻ്റെ ഭാര്യയുടെ അച്ഛനും ഭാര്യയുടെ കുടുംബക്കാരും. കാരണം അച്ഛനും അമ്മയ്ക്ക് എഴുത്തും വായനയും അറിയില്ല, ബൈബിൾ എന്താണെന്ന് അറിയില്ല. അവർ ഹിന്ദു വിശ്വാസികളും കൂടിയാണ്. മാമോദിസ ഒരു സ്ഥലത്തും മുങ്ങിയിട്ടില്ല.
അങ്ങനത്തെ ഒരു വ്യക്തിയെ ഈ സിയോൺ വിശ്വാസത്തിന്റെ പേരിൽ ഇവർ തകർത്ത് കളഞ്ഞു. വയനാട്ടിൽ പടിഞ്ഞാറത്തറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവരുടെ സെന്റർ ഉണ്ട്. അവിടെ ഒരു 10-30ഓളം വിശ്വാസികളുണ്ട്. അത് രഹസ്യമായിട്ട് ഒരു പ്രത്യേക ഒരു ഏരിയയിൽ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് ഇവർ പ്രാർത്ഥനയും മറ്റും കാര്യങ്ങളും നടത്തുന്നത്. നേതൃത്വം കൊടുക്കുന്നതിന്റെ പേര് ബിനോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ കോർഡിനേറ്റർ. പിന്നെ വിജേഷ് എന്ന് പറയുന്ന ഒരാളാണ് ഇവിടുത്തെ മറ്റൊരു കോർഡിനേറ്റർ. അതുപോലെ തന്നെ ബെന്നി എന്ന് പറയുന്ന ഒരാളാണ് ഇവരുടെ സോണൽ കോർഡിനേറ്റർ. അങ്ങനെ 3 കോർഡിനേറ്ററാണ്. ഈ പറയുന്ന വിജേഷിനെ വിളിച്ചിട്ട് ഞാൻ 1 മണിക്കൂറോളം ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ സംസാരിച്ചതിന്റെ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എവിടെയും ഞാൻ പുറത്തുവിടും. എന്തായാലും എൻ്റെ ജീവിതം നശിച്ചു. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. അത്രയും രീതിയിൽ എൻ്റെ കുടുംബക്കാർ, എൻ്റെ അനിയന്മാർ, എൻ്റെ നാട്ടുകാർ, ഇവളുടെ ബന്ധുക്കൾ പോലും എന്നെ ഒരു കുറ്റവും പറയുന്നില്ല. നേരെ മറിച്ച് ഈ ഒരു വിശ്വാസത്തിന്റെ പേര് വന്നിട്ട് എൻ്റെ സ്വന്തം മൂത്ത മകനെ, ആദ്യമായിട്ടുണ്ടായി സ്വന്തം മകനെ വരെ ഇവർ ഈ വിശ്വാസത്തിന്റെ പേരിൽ തള്ളിക്കളഞ്ഞു. സുനിലേട്ടാ, എത്ര കുട്ടികളായിരുന്നു താങ്കൾക്കുണ്ടായിരുന്നത്? എനിക്ക് 2 മക്കളാണ്, ഒരു ആണും ഒരു പെണ്ണും. എൻ്റെ ചെറിയ മോള് എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് എപ്പോഴും കരയും. ഞാൻ ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നാൽ എനിക്ക് നോക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു രാവിലെ 7 മണിക്ക് തൊട്ട് വൈകുന്നേരം 7 മണി വരെ ജോലി ചെയ്യുന്ന ഒരാളാണ്. മൂത്ത മകന് 14 വയസ്സായതുകൊണ്ട് അവൻ ഈ വീട്ടിലെ പാത്രങ്ങൾ കഴുകും, ഈ വീട്ടിലെ തുണി അലക്കും. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വീട് അടിച്ചു വരും. ഞാൻ പോയി വരുമ്പോഴേക്കും വീട് നല്ല രീതിയിൽ നോക്കും. ഈ ചെറിയ കൊച്ചിനെയും കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ ഇവിടെ നിർത്തിയാൽ ഞാൻ എങ്ങനെ ഞാൻ ആ മക്കളെ നോക്കും? എനിക്ക് പറ്റുന്നില്ല. എനിക്ക് അത് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ മെന്റലി ഡിപ്രഷനാണ് ഞാൻ. അതായത് 7-8 മാസമായിട്ട് എൻ്റെ മനസ്സ് നിറഞ്ഞ, ഞാനൊരു സെൻസിറ്റീവുള്ള വ്യക്തിയാണ്. ഞാൻ ആരോടും ഒരു തെറ്റിന് അങ്ങോട്ട് പോകാറില്ല. പോയാൽ ഞാൻ അവരോട് ചെന്ന് മാത്രം ചേട്ടായി പറ്റിപ്പോയി. അവരെന്നോട് തെറ്റ് ചെയ്താലും ഞാൻ പറയും ചേട്ടാ എൻ്റെ ഭാഗത്തോട് ചെറിയ തെറ്റ് സംഭവിച്ചു, അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറിയത്, അതുകൊണ്ട് ചേട്ടാ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയും അധികം മാനസികമായിട്ട് തകർന്നിട്ട് ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഈ ഒരൊറ്റ വിശ്വാസം, ഈ എംബർ ഇമ്മാനുവേൽ എന്ന് പറയുന്ന കൾട്ട് വിശ്വാസം എൻ്റെ കുടുംബത്തെ, എൻ്റെ മകന്റെ ജീവിതത്തെ, എൻ്റെ മകളുടെ ജീവിതത്തെ, ഇവളുടെ കുടുംബക്കാരുടെ അടക്കം ജീവിതം നശിപ്പിച്ച ഈ ഒരു ഒറ്റ വിശ്വാസമാണ് ചേട്ടായി. മറ്റന്നാൾ ഇവരുടെ പരിപാടി നടക്കുന്നുണ്ട്. ഇത് എങ്ങനെയെങ്കിലും താങ്കൾ ഈ പറയുന്ന സിയോണിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേ പറ്റുള്ളൂ. കാരണം എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണമെന്നല്ല, ഇത് സത്യാവസ്ഥ ജനങ്ങൾ അറിയണം. അത്രയേ ഉള്ളൂ എനിക്കുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.